അപ്പൊ അങ്ങനെ ടിനി ടോമിനെതിരെ കേസ് എടുത്തോളാൻ പറഞ്ഞിട്ട് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണത്. അപ്പോ അൻസിബ കോടതിയിൽ പോകാണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് പോയിട്ട് ടിനി ടോമിനെതിരെ ഈ പറഞ്ഞ പോലെ വർഗീയ പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുക്കാൻ പറഞ്ഞ് പോയിണ്ടായി പരാതിയായിട്ട്. അപ്പോൾ പോലീസ് പറഞ്ഞു ഇത് നിലനിൽക്കില്ല, തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് നിലനിൽക്കില്ല. പിന്നെ അതോടൊപ്പം അൻസിബ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവളെ പോലീസ് സ്റ്റേഷനിൽ കുറെ ആക്ഷേപിച്ചു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവള് കഴിഞ്ഞപ്പോൾ കോടതിയിൽ പോയി. അങ്ങനെ ഇപ്പോൾ കോടതി അൻസിബയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി, അതായത് പോലീസിനോട് കേസെടുത്ത് അന്വേഷണം തുടങ്ങി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞത്. മനസ്സിലായ? അപ്പോൾ അതിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കാത്തതിൻ്റെ ഒരു മെയിൻ കാര്യം ഈ പറഞ്ഞ പോലെ തെളിവില്ലാത്തതാണ്. അതായത് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് പോലെ ഡിജിറ്റൽ രേഖകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിലാണ് അത് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ അഥവാ കേസെടുത്താൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരാള് വർഗീയ പരാമർശം നടത്തി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ പറഞ്ഞ തെളിവുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വാട്സ്ആപ്പ് മെസ്സേജ് ആണെങ്കിൽ തെളിവുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ തെളിവില്ലാത്തതുകൊണ്ട് ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് എസ്പെഷ്യലി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, വർഗീയമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തെളിവില്ലാണ്ട് കേസെടുക്കാൻ പറ്റില്ല. കേസ് നിലനിൽക്കില്ല കേസ് എടുത്താലും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു റീസൺ പോലീസുകാർ എടുക്കാണ്ടിരുന്നത്. വേറെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിനി ടോമിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ എല്ലാവർക്കും. കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസിനാണ് ആൾ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു പ്രിവിലേജും ടിനി ടോമിനുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അൻസിബയ്ക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല മനസ്സിലായില്ല. കാരണം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ടിനി ടോം ആണെങ്കിൽ ഒരു കോൺഗ്രസ് അനുകൂല വ്യക്തി. കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസിന് വേണ്ടി PR ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആള് മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അൻസിബ ഒന്ന് നോക്കിയില്ല, കോടതിയിൽ പോയി. പക്ഷെ കോടതി ഒരു നല്ല നിലപാടെടുത്തു. അതായത് അന്വേഷിച്ച് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിലവിൽ ഉള്ള തെളിവ് വെച്ചിട്ട് അന്വേഷിച്ചാലും അതിൽ വേറെ തെളിവില്ലാത്തതുകൊണ്ട് നിലനിൽക്കാൻ ചാൻസ് ഇല്ലേ. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതി തെളിവില്ലാത്തതുകൊണ്ട് തള്ളി കളയാൻ ചാൻസ്. പക്ഷെ അറ്റ്ലീസ്റ്റ് പോലീസിനോട് അത് അന്വേഷിക്കാനായിട്ട്, കേസെടുത്ത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു കോടതി. അത് നല്ല കാര്യം ശരിക്കും മനസ്സിലായി. ഇങ്ങനത്തെ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ അത് മുസ്ലിംസിനെതിരാണെങ്കിലും ക്രിസ്ത്യൻസിനെതിരാണെങ്കിലും ഹിന്ദുസിനെതിരാണെങ്കിലും അല്ലെങ്കിൽ വർഗീയത, ഈ മതം വെച്ചിട്ടുള്ള പരിപാടി ഒരു തരത്തിലും എസ്പെഷ്യലി കേരളത്തിൽ മലയാളികൾക്ക് നല്ലതല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വേറൊരു വശം കൂടി ഉണ്ട്, അത് ആൾക്കാർ മനസ്സിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടിനി ടോം അൻസിബയ്ക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്നുള്ളതിന് ഒരു തെളിവില്ല. അൻസിബ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. മനസ്സിലായി. ഈ ന്യൂസിലും അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂസിലൊക്കെ കൊടുത്ത ആരോപണങ്ങൾ മാത്രമുള്ള നമുക്ക് തെളിവായിട്ട് മനസ്സിലായില്ല. അത് തെളിവല്ല ശരിക്കും, അത് വേറെ ആരോപണങ്ങൾ മാത്രമാണ്. പിന്നെ ആൾക്കാർ ഇത് വിശ്വസിക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ഗോയിങ് പ്രോബ്ലംസ് ഇൻ അമ്മ, അതായത് അമ്മയിൽ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ശ്വേതാമേനനും ലക്ഷ്മിപ്രിയയും ടിനി ടോമും അൻസിബയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത് നടന്നിട്ടുണ്ടാവാം എന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല, ഡിജിറ്റൽ രേഖകളും ഇല്ല. സാക്ഷിയായിട്ടൊരു അമ്മയിലത്തെ ഒരു വ്യക്തി വന്നതുകൊണ്ട്, പക്ഷെ അപ്പോഴും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് വിശ്വസിക്കാൻ പോലീസിനെന്ന പോലെ നമുക്കും ഒരു പരിമിതികളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ടിനി ടോമിനെ വർഗീയ കാര്യം പറഞ്ഞ് വിമർശിക്കുമ്പോൾ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഇത് തെളിവുകളില്ല നമുക്ക് നിലവിൽ. ഇപ്പോ ഒരിടയ്ക്ക് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ വിക്ടിം കാർഡ് ഇറക്കി, സ്ത്രീ കാർഡ് ഇറക്കി ആരോപണങ്ങൾ പറയണ പോലെ തന്നെ മതം വെച്ചിട്ടും ആൾക്കാർ വിക്ടിം കാർഡ് ഇറക്കും, മതം കാർഡ് ഇറക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഇപ്പൊ അൻസിബ അങ്ങനെ ചെയ്തൊന്നല്ല മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിൽ വയ്ക്കുക ആൾക്കാർ. അപ്പൊ വെറുതെ ഒരാൾക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോ ചിന്തിക്കുക, നാളെ നമുക്കെതിരെ ഈ വക വള്ളികൾ വരാം. ഞാൻ മനസ്സിലായില്ല. അപ്പൊ ഈ വക കാര്യങ്ങൾക്ക് തെളിവില്ലാത്തടത്തോളം തെളിവ് വരുന്നവരെ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസിന് അന്വേഷണം കഴിഞ്ഞ് കോടതി വിധിയൊക്കെ കാത്തിരിക്കുക, രൂക്ഷമായിട്ട് ഒരാളെ വിമർശിക്കുന്നതിന് മുമ്പ്. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ടിനി ടോമിനെ വേണമെങ്കിൽ വിമർശിച്ചു, പക്ഷെ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ ആൾക്കാരിന്റെ ഒപ്പം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അൻസിബ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണയ്ക്ക് വേണ്ടി ആയിരിക്കും ഇതുപോലെ വിക്ടിം കാർഡ് ഈ മതക്കാർഡ് ഇറക്കിയിട്ടുണ്ടാവാന്ന് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളി കളയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ നാണയത്തിനുള്ള പോലെ തന്നെ രണ്ടു വശമുണ്ട് ഈ കാര്യത്തിനും. അപ്പോൾ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എങ്ങനെയാണ് ഇനി കലങ്ങി തെളിയാന്നുള്ളത്. മനസ്സിലായില്ലേ?